നമസ്കാരം. പിണറായി വിജയനെ അടിക്കാൻ വടി കിട്ടിയ സന്തോഷത്തിൽ നരേന്ദ്രമോദി. കേന്ദ്രം പറയുന്നത് പിണറായി വിജയന് അനുസരിച്ചേ മതിയാകൂ എന്ന ഗതികേടിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അധികാര കസേര പിടിക്കാൻ ഘടകകക്ഷികൾക്ക് വാതിൽ തുറന്നിട്ട് പിണറായി വിജയൻ അന്ന് അറിഞ്ഞില്ല പണി ഇത്തരത്തിൽ കിട്ടുമെന്ന്. പിണറായിക്ക് കണ്ടകശനി തന്നെയാണ് JDSന്റെ രൂപത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. മോദി സർക്കാരിലും പിണറായി സർക്കാരിലും JDS മന്ത്രിമാരുണ്ട്. കുമാരസ്വാമി ഒന്ന് പിടിമുറുക്കിയാൽ ഇടതുപക്ഷത്തിന് തീ പിടിക്കും. കേന്ദ്രമന്ത്രിസഭയിലും കേരള മന്ത്രിസഭയിലും അംഗങ്ങളുള്ള പാർട്ടിയായി JDS ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പരിഹാസം ഒരു വഴിക്ക്, MLA മാർ മറുകണ്ഠം ചാടുമോ എന്ന പേടി മറ്റൊരു വഴിക്ക്. ഇതിലും ഗതികെട്ടൊരു പാർട്ടി ലോകത്ത് വേറെ കാണില്ല. JDSന്റെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ച കുമാരസ്വാമി മോദി സർക്കാരിൽ മന്ത്രിയാണ്. കേരളത്തിൽ JDS ചിഹ്നത്തിൽ മത്സരിച്ച K കൃഷ്ണൻകുട്ടി വൈദ്യുതി മന്ത്രിയും. JDSന്റെ കൃഷ്ണൻകുട്ടിയും മാത്യു ടി തോമസും ഇടതുമുന്നണിയുടെ ഭാഗവുമാണ്. ഈ രാഷ്ട്രീയ കൗതുകത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എങ്ങനെ നേരിടും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. JDSന്റെ ദേശീയ നേതൃത്വം കുമാരസ്വാമിയുടെ കൈകളിലാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ അംഗങ്ങൾ JDSുമായുള്ള ബന്ധം വിച്ഛേദിച്ചാൽ അയോഗ്യതാ ഭീഷണിയിലേക്ക് പോരും. കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും MLA പദം നഷ്ടമാകുന്ന സാഹചര്യവും ഉണ്ടാകും. ഇതെല്ലാം തന്നെ കേരളത്തിലെ ഇടതുപക്ഷത്തിന് തലവേദനയാകുന്നുണ്ട്. BJP മുന്നണിക്കെതിരെ അതിശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് CPM. BJPയുമായി കൂട്ടുകൂടുന്നവരെ പോലും അകറ്റി നിർത്തുന്ന പാർട്ടി എന്നാണ് പുറമേയുള്ള സംസാരം. എന്നാൽ കേന്ദ്രത്തിൽ BJPയെ പിന്തുണയ്ക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയെ പിണറായി സർക്കാരിൽ ഉൾപ്പെടുത്തേണ്ടിയും വരുന്നു. നേരത്തെ ദേശീയ തലത്തിൽ JDS സ്വതന്ത്ര നിലപാടാണ് എടുത്തിരുന്നത്. BJPയെ തള്ളിപ്പറയുന്ന പാർട്ടിയുമായിരുന്നു ഇത്. ഈ ഘട്ടത്തിലാണ് കേരളത്തിലെ JDSനെ ഇടതുപക്ഷത്ത് ചേർത്ത് നിർത്തിയത്. മാത്യു ടി തോമസിനെ മന്ത്രിയാക്കുകയും ചെയ്തു. കർണാടകയിൽ JDSന്റെ ശക്തിക്ഷയം കാര്യങ്ങൾ മാറ്റിമറിച്ചു. അധികാരത്തിനായി BJPക്കൊപ്പം കുമാരസ്വാമി എത്തി. മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയും ഇതിനെ അംഗീകരിച്ചു. NDAയിൽ കക്ഷിയാക്കുകയും ചെയ്തു. ഇതോടെ തന്നെ കേരളത്തിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ഇടതുപക്ഷത്ത് വലിയ ചർച്ചകൾ നടത്തി. എന്നാൽ മാത്യു ടി തോമസിനെയും കൃഷ്ണൻകുട്ടിയെയും കൈവിടേണ്ടതില്ല എന്നായിരുന്നു CPMന്റെ തീരുമാനം. എന്നാൽ കുമാരസ്വാമി മന്ത്രിയായതോടെ പ്രതിസന്ധി CPMന് മുന്നിൽ പുതിയ തലത്തിലേക്ക് മാറി. ഇതിനെ മറികടക്കാൻ സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് കേരളത്തിലെ നേതൃത്വം ഇടതുപക്ഷത്ത് തന്നെ തുടരും. എന്നാൽ MLA മാരായ കൃഷ്ണൻകുട്ടിക്കും മാത്യു ടി തോമസിനും ഈ പാർട്ടിയുടെ ഭാഗമായി ഉടൻ തന്നെ മാറാൻ കഴിയില്ല. സംസ്ഥാന പാർട്ടി രൂപീകരിക്കാൻ ഒരുങ്ങി JDS നീക്കം തുടങ്ങിക്കഴിഞ്ഞു. പാർട്ടി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനത്തിനായി സംസ്ഥാന നേതൃയോഗം വിളിച്ചു. ഈ മാസം 18-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് യോഗം നടക്കുക. JDS NDA സർക്കാരിന്റെ ഭാഗമായതോടെയാണ് സംസ്ഥാന NDA നേതൃത്വം പുതിയ പാർട്ടി രൂപീകരിക്കാൻ തീരുമാനിച്ചത്. JDSന് ദേശീയ നേതൃത്വവുമായി ബന്ധമില്ല എന്ന് സംസ്ഥാന ഘടകം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. സാങ്കേതികമായി ഇപ്പോഴും ദേശീയ പാർട്ടിയുടെ ഭാഗമാണ് കേരളത്തിലെ പാർട്ടി. JDSന് കേരള ഘടകമായി LDFൽ തുടരാനാകില്ല എന്ന് CPM അറിയിച്ചു. ദേശീയ നേതൃത്വവുമായി സാങ്കേതികമായി ബന്ധം നിലനിൽക്കുകയാണ് എന്നതിനാൽ ഇത് മുന്നണിയിൽ തടസ്സമാകും. കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ പാർട്ടി രൂപീകരണത്തെക്കുറിച്ച് JDS സംസ്ഥാന ഘടകം ആലോചിച്ചു തുടങ്ങിയിരുന്നു. ഈ വിവാദം പാർട്ടിക്കേൽപ്പിച്ച കളങ്കം വലുതാണ് എന്ന നിഗമനത്തിലാണ് സംസ്ഥാന നേതൃത്വം. സംസ്ഥാന പാർട്ടി രൂപീകരിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കാനാണ് നേതൃത്വത്തിന്റെ തീരുമാനം. ഇതിനിടെയാണ് കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായത്. MLA മാത്യു ടി തോമസും മന്ത്രി K കൃഷ്ണൻകുട്ടിയും കൂറുമാറ്റ നടപടിയുള്ളതിനാൽ പുതിയ പാർട്ടിയിൽ അംഗത്വം എടുത്തേക്കില്ല. ഇടതുമുന്നണിയിലെ ചെറു പാർട്ടികൾ ഒറ്റ പാർട്ടിയായി മാറണം എന്ന നിർദ്ദേശവും ചർച്ചയിലുണ്ട്. ജനതാദൾ S, NCP, കേരള കോൺഗ്രസ് B, RSP, ലെനിനിസ്റ്റ് പാർട്ടികളുടെ ലയനമാണ് പരിഗണനയിലുള്ളത്. ഇതിനായി ജനതാദൾ S, NCP നേതൃത്വങ്ങൾ പ്രാഥമിക ചർച്ച നേരത്തെ തന്നെ തുടങ്ങി. അതിനിടെ JDS കേരള ഘടകം അഖിലേഷ് യാദവ് നേതൃത്വം നൽകുന്ന സമാജ്വാദി പാർട്ടിയിൽ ലയിച്ചേക്കും എന്ന സൂചനയും പുറത്തു വരുന്നുണ്ട്. ലയനത്തിന് SP ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് പച്ചക്കൊടി വീശിയതായി ദേശീയ സെക്രട്ടറി RS പ്രഭാത് പറഞ്ഞു. ദേശീയ തലത്തിൽ BJPയുമായി കൈകോർത്ത HT കുമാരസ്വാമിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് മുഖം രക്ഷിക്കാനാണ് ഇത്.
സംസ്ഥാനത്ത് JDS LDFിലും സമാജ്വാദി പാർട്ടി UDFിന് പുറത്തുനിന്നും പിന്തുണ നൽകുന്ന കക്ഷികളാണ്. JDS പാർട്ടിയിൽ ലയിക്കുന്നതിനെ സ്വാഗതം ചെയ്യാൻ പാർട്ടി ദേശീയ അധ്യക്ഷൻ അഖിലേഷ് യാദവ് SP-യുടെ സംസ്ഥാന ഘടകത്തിന് നിർദ്ദേശം നൽകി. രണ്ട് പാർട്ടികളും ഇരു മുന്നണികളുടെ ഭാഗമാണ് എന്നതാണ് നിലവിലെ പ്രശ്നം. ഉത്തർപ്രദേശിൽ കോൺഗ്രസുമായി ഉണ്ടായ കൂട്ടുകെട്ടിൽ നേടിയ വിജയം പാർട്ടിക്ക് ദേശീയ തലത്തിൽ നൽകിയ സ്വീകാര്യത വലുതാണ് എന്ന് അഖിലേഷ് യാദവ് സംസ്ഥാന നേതാക്കളെ ഓർമ്മിപ്പിച്ചു. എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ LDFുമായി സഹകരിക്കുന്നതിൽ പ്രശ്നമില്ല എന്നും അഖിലേഷ് യാദവ് അറിയിച്ചതായി പ്രഭാത് പറഞ്ഞു. സംസ്ഥാന പ്രസിഡന്റ് സജീവ് പോത്തൻ തോമസിന്റെ നേതൃത്വത്തിൽ ചേർന്ന സംസ്ഥാന ഭാരവാഹികളുടെ ഓൺലൈൻ യോഗം JDSന്റെ വരവിനെ സ്വാഗതം ചെയ്തു. സമാജ്വാദി പാർട്ടിയുമായി അനൌദ്യോഗിക ചർച്ചകൾ നടന്നിട്ടുണ്ട് എന്ന് മുൻ മന്ത്രിയും JDS നേതാവുമായ ജോസ് തെറ്റയിലും സ്ഥിരീകരിച്ചു. SP-യുമായി ലയനം, RJD-യുമായി ലയനം, സംസ്ഥാനത്ത് പുതിയ പാർട്ടിയുടെ രൂപീകരണം എന്നിങ്ങനെ 3 വഴികളാണ് മുന്നിലുള്ളത്. ഇതിൽ RJD-യുമായി ലയിക്കാൻ സാധ്യത കുറവാണ്. ഈ മാസം 18-ന് നടക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നും ജോസ് തെറ്റയിൽ പറഞ്ഞു.